കോഴിക്കോട് ബസിന്റെ ഹൈഡ്രോളിക് വാതിലിനിടയിൽ കുടുങ്ങി പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ വിജനമായ സ്ഥലത്ത് ഇറക്കി വിട്ടു എന്നുള്ളൊരു റിപ്പോർട്ടുണ്ട്. പേരാമ്പ്രയിൽ ബസ്സിൽ നിന്ന് ഹൈസ്കൂൾ വിദ്യാർത്ഥി തെറിച്ചു വീണു. കയറി പാട് തന്നെ ഓല് ഡോറങ്ങ് അടിച്ചാഞ്ഞ്. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ ഒരു കൈ കൊണ്ട് ഡോറ് നീക്കാൻ നോക്കി, പക്ഷേ ശക്തിയിൽ അങ്ങോട്ട് വരുന്നു. ഒരു കണ്ടക്ടർ കണ്ട് തുറന്ന് ഞാൻ അങ്ങനെ തന്നെ ഇറങ്ങിപ്പോയി ഓല് ചോദിച്ചത് എന്തോ പറ്റിക്കുമെന്ന്. ഞാൻ ആന്നും പറഞ്ഞതാ. എന്നിട്ട് ഓല് മൈൻഡ് വെക്കാണ്ട് വണ്ടി എടുത്ത് പോയി. കരഞ്ഞും കൊണ്ടാണ് ഞാൻ പുരയിലേക്ക് കയറി ചെന്നത്. നല്ല വേദന ഉണ്ടായിട്ടുണ്ടായി. സ്വകാര്യ ബസ് ജീവനക്കാരുടെ ക്രൂരത തുടരുന്നു. കോഴിക്കോട് പന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ +1 വിദ്യാർത്ഥിനിക്കാണ് ബസിന്റെ ഹൈഡ്രോളിക് ഡോറിനിടയിൽ കുടുങ്ങി പരിക്കേറ്റത്. വേദന കൊണ്ട് പുളഞ്ഞ 16-കാരിയെ വിജനമായ സ്ഥലത്ത് ഇറക്കിവിട്ട് ബസ് യാത്ര തുടർന്നു. കട്ടിപ്പാറ താമരശ്ശേരി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് ജീവനക്കാരുടേതാണ് ക്രൂരത. പരാതി നൽകിയിട്ടും പോലീസ് തിരിഞ്ഞു നോക്കിയില്ലെന്ന് കുട്ടിയുടെ അമ്മ. സ്പെഷ്യൽ സ്ക്വാഡ് വന്നിട്ട് എന്തോ കുറച്ച് ചോദിച്ചെന്നല്ലാണ്ട് സ്റ്റേഷനിൽ ഒരു ആക്ഷനും എടുത്തിട്ടില്ല. 10 മണിക്ക് എന്നോട് അവിടെ ഞങ്ങൾ അങ്ങോട്ട് വരാം സംസാരിക്കാമെന്ന് പറഞ്ഞ് പിന്നെ വരൊന്നും ഒരു വിവരമില്ല. പിന്നെ പറഞ്ഞ് കണ്ടക്ടർ അങ്ങോട്ട് വരുന്നുണ്ട്, കണ്ടക്ടറായിട്ട് സംസാരിച്ചിട്ട് പിന്നെ ഇതാക്കുന്നുണ്ട്. ഞാൻ എനിക്ക് കണ്ടക്ടറായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് കേസായിട്ട് മുന്നോട്ട് പോയാൽ മതി. ഒത്തുതീർപ്പ് ശ്രമം പോലെ എനിക്ക് തോന്നി. കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സാണ് പേരാമ്പ്രയ്ക്കടുത്ത് മുളിയങ്ങലിൽ വില്ലനായത്. സ്റ്റോപ്പിൽ നിർത്തിയ ബസ് വിദ്യാർത്ഥികൾ കയറുന്നതിന് മുൻപ് മുന്നോട്ടെടുത്തു. ഇതോടെ നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി തെറിച്ചു വീഴുകയായിരുന്നു. കുട്ടിയുടെ കൈക്ക് പരിക്കേറ്റു. റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാരുടെ തോന്നിയാസം പതിവെന്ന് പരാതിപ്പെടുന്നു രക്ഷിതാക്കൾ. 2 അപകടങ്ങളും മോട്ടോർ വാഹന വകുപ്പ് അന്വേഷിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് നിന്നും നയൻതാരയാണ് നമ്മുടെ കൂടെയുള്ളത്. നയൻതാര, ഈ തത്സമയം റിപ്പോർട്ടിൽ ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്നത് ഈ സ്വകാര്യ ബസ് ജീവനക്കാർ ചെയ്ത നല്ല പ്രവൃത്തിയെക്കുറിച്ചായിരിക്കും. പക്ഷേ മറുവശത്ത് ഇതേപോലെ ഓരോന്ന് കാണിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. ഈ പലയിടത്തും സ്വകാര്യ ബസ്സുകളിൽ നിന്ന് പോലും ഉയരുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് കയറുന്നതിന് മുമ്പേ വണ്ടി എടുത്തുകൊണ്ട് പോകുക, ഡോർ അടയ്ക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു മനസാക്ഷി കാണിക്കാതെ ഇരിക്കുക. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാവുകയാണിത്. തീർച്ചയായും. അതായത് ഇതേ തത്സമയത്തിൽ തന്നെ ഞാൻ തന്നെ ഈ അടുത്ത ദിവസം തന്നെ 2 വാർത്ത ചെയ്തിട്ടുണ്ട്. ബസ്സുകാരുടെ ഒരുപാട് നല്ല കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ബസ്സുകാരെ കുറിച്ചും ബസ് ജീവനക്കാരെ കുറിച്ചൊക്കെ. അതേ സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് ഈ ബസ് ജീവനക്കാരുടെ ക്രൂരതയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ. അതായത് ഇന്ന് 2 സംഭവമാണ് ജില്ലയിൽ നടന്നത്. ഒന്ന്, താമരശ്ശേരി റൂട്ടിലോടുന്ന കട്ടിപ്പാറ താമരശ്ശേരി റൂട്ടിലോടുന്ന ബസ്സിലാണ് വിദ്യാർത്ഥി ഡോറിനുള്ളിൽ കുടുങ്ങി പോകുന്ന സംഭവം. വിദ്യാർത്ഥിക്ക് നന്നായി വേദന അനുഭവപ്പെട്ടിരുന്നു. ഒരു വിജനമായ സ്ഥലത്ത് വേദന പറ്റിയോ എന്ന് ചോദിച്ചു. വേദന പറ്റിയെന്ന് കുട്ടി പറയുന്നുമുണ്ട്. പക്ഷേ ഒരു വിജനമായ സ്ഥലത്ത് കുട്ടിയെ ഇറക്കി വിടുന്ന ഒരു സംഭവം നടന്നു. അതേ ദിവസം തന്നെ ഇന്ന് പേരാമ്പ്ര മുളിയങ്കലിൽ വിദ്യാർത്ഥികൾക്ക് കയറാൻ വേണ്ടി ബസ് നിർത്തിക്കൊടുക്കുന്നു. ആ സമയത്ത് വിദ്യാർത്ഥികൾ കയറുന്നതിന് മുമ്പ് തന്നെ ബസ് എടുത്ത് പോവുകയാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ മുമ്പും കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് ആ വിദ്യാർത്ഥി ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. നമുക്ക് ആ ദൃശ്യങ്ങളിലും കാണാം. കാരണം പിറകിൽ ബാഗുണ്ട്, ആ ബാഗിന് മുകളിലേക്കാണ് വീഴുന്നത്. കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസും തിരിഞ്ഞു നോക്കിയില്ല എന്നൊരു പരാതിയും കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുമുണ്ട്. എന്തായാലും ഈ ഒരു കാര്യം, അതായത് സ്വകാര്യ ബസ് ജീവനക്കാരുടെ അമിത വേഗത, വിദ്യാർത്ഥികളോടുള്ള ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. സമീപകാലത്ത് ഇത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ഏറ്റവും അവസാനത്തെ 2 ഉദാഹരണമായി ഇത് നമുക്കെടുക്കാൻ. എന്തായാലും ഈ ഒരു വിഷയം ഒരു ചർച്ചയാക്കി മാറ്റേണ്ട വിഷയം തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കും വിദ്യാർത്ഥികളോട് ബസ് ജീവനക്കാർ ഇത്തരത്തിൽ ഉള്ളൊരു സമീപനം കാണിക്കുന്നത് എന്ന് ചർച്ച ചെയ്യണം. അതായത് രക്ഷിതാക്കൾ ഉൾപ്പെടെ ഈ കുറ്റ്യാടി റൂട്ടിലോടുന്ന ബസ്സിനെ കുറിച്ച് വലിയ രീതിയിലുള്ള ഒരു പരാതി തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം അമിത വേഗത തന്നെയാണ് വിദ്യാർത്ഥികളെ, അതായത് തുച്ഛമായ, അതായത് ST പൈസ കൊടുക്കുന്നതിൻ്റെ പേരിലാണ് വിദ്യാർത്ഥികളോട് ഇത്തരത്തിൽ പെരുമാറുന്നത് എന്നാണ് വിദ്യാർത്ഥികൾ തന്നെ പലതരത്തിലും. ഈയിടെ ഒരു ലൈവിൽ തത്സമയ ലൈവിൽ എനിക്കൊരു അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വിദ്യാർത്ഥി ബസ്സിൽ നിന്നും ഇറങ്ങി. കുട്ടി സ്കൂളിൻ്റെ സ്റ്റോപ്പിലാണ് ഇറങ്ങിയത്. കുട്ടിയുടെ കയ്യിൽ നിന്നും ST പൈസ കണ്ടക്ടർക്ക് കൊടുക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് നിലത്തേക്ക് വീണുപോയി. അദ്ദേഹം ആ കുട്ടിയോട് പെരുമാറിയത് എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം എന്തൊരു ക്രൂരമായാണ് ആ കണ്ടക്ടർ ആ കുട്ടിയോട് പെരുമാറിയതെന്നറിയാം. ഒരുപക്ഷെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്കും അനുഭവം ഉണ്ടായിരിക്കാം. 1 രൂപയോ 2 രൂപയോ കൊടുത്താൽ വിദ്യാർത്ഥികൾ ഇതൊക്കെ എന്തിനാണ് ഈ ബസ്സിൽ വലിഞ്ഞു കയറുന്നത് എന്നുള്ള മനോഭാവത്തിൽ ടിക്കറ്റ് കീറിത്തരുന്ന ഒരുപാട് ജീവനക്കാർ ഇപ്പോഴും പ്രൈവറ്റ് ബസ്സുകളിൽ ഉണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ശരിക്കും ഈ പ്രൈവറ്റ് ബസ്സുകാരുടെയൊക്കെ നല്ല പ്രവൃത്തികളൊക്കെ കഴിയുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ എന്തോ ഒരുമാതിരിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നവരെയൊക്കെ
അപമാനിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർ ഈ സർവീസ് നടത്തുന്നത് എന്ന് പോലും തോന്നിപ്പോകും. മത്സര ഓട്ടത്തിന് വേണ്ടി ഈ കാണിക്കുന്ന മറ്റു പല പേരുകളുമാണ് പറയേണ്ടത് എങ്കിൽ പോലും ഈ കാണിക്കുന്ന അലമ്പുകളൊക്കെ തന്നെ എത്രയും വേഗം ഇല്ലാതാക്കണം, അതിനൊക്കെ പൂട്ടിടണം എന്നുകൂടിയാണ് വീണ്ടും വീണ്ടും പറയാനുള്ളത്. ശരി നയൻതാര.